ഇന്നെന്താണ് പരിപാടി എന്നല്ലേ, നമുക്കിന്നൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കാം. വെറൈറ്റി ഒന്നുമല്ല, എല്ലായിടത്തും ഉണ്ടാക്കുന്ന സാധനമല്ല, വീടുകളിൽ ചിലവരൊക്കെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയാവോ, നമ്മളിന്ന് പാനിപ്പൂരിയാണ് ഗെയ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട കിഴങ്ങ് വേണം. നമുക്ക് എത്രയാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും കിഴങ്ങ് എടുക്കുക. അപ്പോൾ കുറച്ച് മല്ലിയില, പുതിനയില, ചാറ്റ് മസാല, കുറച്ച് ഉപ്പ്, സവാള, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടെ മിക്സ് വരും. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടങ്ങ് എടുക്കണം. അതിനുശേഷം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. എന്നിട്ട് വേറൊരു ജാറെടുക്കുക. അതിനകത്ത് കുറച്ച് മല്ലിയില, പുതിനയില, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ഉപ്പ്, കുറച്ച് വിനീഗർ, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണേ. പച്ചമുളക് പറഞ്ഞു ചേർക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് എരിയാണെങ്കിൽ അവർ ആ വെള്ളത്തിന് എരിയാണെങ്കിൽ കുടിക്കൂല കേട്ടോ. പിന്നെ കുറച്ച് വെള്ളത്തിലും തിളപ്പിച്ചാർച്ച വെള്ളമാണെങ്കിൽ നല്ലത്, പച്ചവെള്ളമല്ല, ഞാൻ തിളപ്പിച്ചാർച്ച വെള്ളത്തിലാണ് എടുത്തത്, കാരണം കുഞ്ഞിന് കൊടുക്കാനുള്ളതല്ലേ. അപ്പം കുറച്ച് പുളിവെള്ളം, പുളി, കുറച്ച് ശർക്കര, കുറച്ച് ചാട്ട് മസാല, അതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. ഇത് നല്ല ഫ്രഷ്, നല്ല അടിപൊളി വെള്ളമല്ലയോ, അല്ലാതെ നമ്മുടെ കടകളിലൊക്കെ പോയി കഴിക്കുന്ന പോലത്തെ അല്ല കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അല്ലാതെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കല്ലേ. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വന്നാൽ അതിൻ്റെ ടേസ്റ്റ് പോയി, കാരണം ആ ഒരു വെളിച്ചെണ്ണയുടെ മണം വേണ്ട അതിന്. എന്നിട്ട് നമ്മൾ ഈ പാനിപ്പൂരിയുടെ ഈ പൂരിയില്ലേ, ഈ പൂരി വാങ്ങാൻ കിട്ടും കേട്ടോ കടയിൽ. ഇതിന് 40 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അത് നമുക്ക് ഏറെ കിട്ടും. നമുക്ക് അത് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അതായത് കടയിലൊക്കെ പോയി വാങ്ങിച്ച് ഈ 4 എണ്ണം 50ഉം 60ഉം രൂപയ്ക്കൊക്കെ അഴുക്ക് വെള്ളത്തിലൊക്കെ ഉണ്ടാക്കുന്നത്, അത് വാങ്ങിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ചിലതൊക്കെ ചീറ്റിപ്പോകും കേട്ടോ. ഉണ്ടോ, ചിലതൊക്കെ പൊങ്ങൂല, ചിലതൊക്കെ നന്നായിട്ട് പോകും, ചിലപ്പോൾ കരിഞ്ഞു പോകും. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, നല്ലത് മാത്രം നമുക്ക് കഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ബാക്കി ഈ സംഭവങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക. കുറച്ച് മിച്ചർ എടുക്കുക. മിച്ചർ കുഞ്ഞ് മിച്ചറാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് വലിയ മിച്ചറായിരുന്നു ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. മിച്ചറാണേ, അതെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് കുത്തി നിറയ്ക്കണം. ആ വെള്ളത്തിലോട്ടങ്ങ് മുക്കണം. ഞാൻ ഒരു ചെറിയ പൂരിയാണ് എടുത്തത്, നമ്മുടെ വായിക്കൊള്ളാവുന്ന പൂരിയല്ലേ എടുക്കാം. ചിലതുപോലെ വലുതായിരുന്നു കേട്ടോ. അടിപൊളി. ആ പുളിയും ആ എരിയും ആ മധുരവും ഒക്കെ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇതിൻ്റെ ഈ മല്ലിയില, പുതിനയില ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ ഒരു സംഭവം ഇഷ്ടപ്പെടത്തുള്ളൂ. ഈ ചാറ്റ് മസാലയുടെയൊക്കെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ആർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കി നോക്കി. ഇത് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു വ്യക്തിയാണ് വേണ്ടി കഴിക്കുന്നത്. എന്താ ഇഷ്ടമെന്ന് പറയും ഇവർക്ക്, ഇത് ഭയങ്കര ഇഷ്ടമാണ് കേസ്. അപ്പം നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സഹായിക്കണേ. എന്നാൽ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാമേ. എന്നാൽ ഓക്കെ, എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.